ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ചിൻ്റെ സെക്കൻഡ് മൊഡ്യൂളായിരുന്നു നമ്മൾ തുടങ്ങി വെച്ചത്. അതിൽ തന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എ ഡൈനമൈറ്റ് ബ്ലാസ്റ്റ് ബ്ലോസ് എ ഹെവി റോക്ക് സ്ട്രേറ്റ് അപ്പ് വിത്ത് എ വെലോസിറ്റി ഓഫ് 160 feet per second. It reaches a height of s equal to 160t minus 16t square feet after t second. അതായത് ഒരു സ്ഫോടനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു വലിയൊരു റോക്ക് എന്താണ് പൊട്ടിപ്പോവാണ്. ഓക്കെ, അതിൻ്റെ വെലോസിറ്റി വിത്ത് എ വെലോസിറ്റി ഓഫ് 160 feet per second ആണ് വരുന്നത്. ഓക്കെ, അത് എത്തുന്ന ഹൈറ്റാണ് ഇവിടെ തന്നിരിക്കുന്നത്. എസ് ഈക്വൽ ടു 160t മൈനസ് 16t സ്ക്വയർ ഫീറ്റ് ആഫ്റ്റർ ടി സെക്കൻഡ്. അതായത് ഒരു സെക്കൻഡാണ് എടുക്കുന്നതെങ്കിൽ ഈ ടി വാല്യൂ നമ്മൾ എന്ത് കൊടുക്കുക, 1 കൊടുക്കുക. അപ്പോൾ അത്രയും ഹൈറ്റിലാണ്, അത്രയും ഫീറ്റിലാണ് നമ്മൾ ഈ റോക്ക് എത്തുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഹൗ ഹൈ ഡസ് ദി റോക്ക് ഗോ? എത്ര ഉയരത്തിൽ, അതായത് മാക്സിമം ഹൈറ്റ് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മാക്സിമം ഹൈറ്റ് വരിക എപ്പോഴാണ്? മാക്സിമം ഹൈറ്റ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെലോസിറ്റി എന്താകുമ്പോഴാണ്, 0 ആവുന്ന സമയത്താണ് മാക്സിമം ഹൈറ്റ് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇവിടെ തന്നിരിക്കുന്നത് ആദ്യം ഒന്ന് പറയാം. എന്താണ് എസ് എന്ന് പറയുന്നത്? എസ് ഈക്വൽ ടു 160t മൈനസ് 16t സ്ക്വയർ. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു മാക്സിമം ഹൈറ്റ് അല്ലെങ്കിൽ ഹയസ്റ്റ് പോയിന്റിൽ എത്തണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വെലോസിറ്റി എന്തായിരിക്കണം, 0 ആയിരിക്കണം. അതിൻ്റെ വെലോസിറ്റി 0 ആയിരിക്കണം. അപ്പോൾ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇതിന് നമ്മൾ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഇത് വരിക, വെലോസിറ്റി. ഇപ്പോൾ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തറിയാം, ഇവിടെ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ടിയിൽ, അതായത് ds/dt ആണ് എന്ത് വരിക, ഇവിടുത്തെ വെലോസിറ്റി വരിക, വിച്ച് ഈസ് ഈക്വൽ ടു d/dt ഓഫ് ഇവിടുത്തെ വാല്യൂ കൊടുക്കുക. എന്താണ്, 160t മൈനസ് 16t സ്ക്വയർ. അപ്പോൾ ഇതിൽ കോൺസ്റ്റന്റ് ഏതാണ്, 160 ആണ് കോൺസ്റ്റന്റ് വരിക. 160 ഇൻറ്റു d/dt ഓഫ് t മൈനസ് 16 ഇൻറ്റു d/dt ഓഫ് t സ്ക്വയർ വരും. ഓക്കെ, കോൺസ്റ്റന്റ് ആണ്. ഇസ് ഈക്വൽ ടു 160 ഇൻറ്റു ടീൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്, മൈനസ് 16 ഇൻറ്റു ടി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും, 2t വരും. ഇറ്റ് ഈസ് ഈക്വൽ ടു 160 മൈനസ് 32t വരും. ഓക്കെ, ഇതാണ് നമ്മൾ വെലോസിറ്റി കിട്ടിയത്. അപ്പോൾ മാക്സിമം ഹൈറ്റ് കിട്ടിയപ്പോഴാണ് വെലോസിറ്റി 0 ആവുന്ന സമയത്ത്. അപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ഇംപ്ലൈസ്, വെലോസിറ്റി 0 എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്, 160 മൈനസ് 32t. അത് ഏതിനോട് ഇക്വേറ്റ് ചെയ്യുക, 0നോട് ഇക്വേറ്റ് ചെയ്യുക. ഇതിൻ്റെ അകത്ത് നിന്ന് എങ്ങനെ എഴുതാം, 160 ഇസ് ഈക്വൽ ടു മൈനസ് 32t ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്ത് വരും, 32t വരും. വിച്ച് ഇംപ്ലൈസ് ഇതിൻ്റെ അകത്ത് നമുക്ക് ടി എത്രയാണ് കിട്ടും, ടി എന്ന് പറയുന്നത് 160 ഡിവൈഡഡ് ബൈ 32 വിച്ച് ഇസ് ഈക്വൽ ടു എത്ര സെക്കൻഡാണ്, 5 സെക്കൻഡ്. അതായത് 5 സെക്കൻഡിലാണ് നമ്മൾ വെലോസിറ്റി എന്താവുന്നത്, 0 വരുന്നത്. ഓക്കെ, വെലോസിറ്റി 5 സെക്കൻഡിൽ 0 വരും. നമുക്ക് എന്താ പറഞ്ഞത്, മാക്സിമം ഹൈറ്റ് ആണ് കാണേണ്ടത്, വെലോസിറ്റി 0 ആവുന്ന പോയിന്റ് അല്ല. അപ്പം ടി 5 സെക്കൻഡിലാണ് വെലോസിറ്റി 0 ആവുന്നത്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം, മാക്സിമം ഹൈറ്റ് എന്ന് പറയുമ്പോൾ എന്ത് വരും, മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് എസ് ആണ്. എസ് ആണ് നമ്മൾ ഹൈറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എസ് എന്താണ്, 160t മൈനസ് 16t സ്ക്വയർ ആണ്. അപ്പോൾ മാക്സിമം ഹൈറ്റ് വരുന്നത് 5 സെക്കൻഡിലാണ്. അപ്പോൾ ഇവിടെ ടി കാണുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് കൊടുക്കുക, 5 കൊടുക്കുക. അപ്പോൾ എങ്ങനെ വരും, 160 ഇൻറ്റു 5 മൈനസ് 16 ഇൻറ്റു 5 സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 160 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 800 മൈനസ് 400. അതായത് ഹൈറ്റ് എത്രയാണ്, 400 ആണ് നമ്മൾ ഇതിൻ്റെ മാക്സിമം ഹൈറ്റ് വരിക. 400 ഫീറ്റ് ആണ് എന്ത് വരിക, മാക്സിമം ഹൈറ്റ് വരുന്നത് ആ റോക്കിൻ്റെ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ട് ഈസ് ദ വെലോസിറ്റി ആൻഡ് സ്പീഡ് ഓഫ് ദി റോക്ക് വെൻ ഇറ്റ് ഈസ് 256 feet എബോവ് ദി ഗ്രൗണ്ട് ഓൺ ദി വേ അപ്പ്, അതേപോലെ തന്നെ ഓൺ ദി വേ ഡൗൺ. അതായത് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താണ് കണ്ടുപിടിക്കേണ്ടത്, വെലോസിറ്റിയും സ്പീഡും ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, എന്താണ് 256 feet ആണ് ഹൈറ്റ് തന്നിരിക്കുന്നത്. മേലോട്ടേക്ക് പോകുമ്പോഴുള്ളതും വെലോസിറ്റിയും കണ്ടുപിടിക്കണം, താഴോട്ടേക്ക് വരുമ്പോഴുള്ള വേ ഡൗണും നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ഇതാണ് നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്.
അപ്പം എങ്ങനെ എഴുതാം? ഇവിടെ എസ് ഓഫ് ടി അല്ലെങ്കിൽ എസ് എന്ന് പറയുന്നത് എന്താണ് തന്നിട്ടുണ്ട്? 160t മൈനസ് 16t² ആണെന്ന് തന്നിട്ടുണ്ട്. ആ ഹൈറ്റ് എത്രയാവുമ്പോഴുള്ള വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്? 256 ആവുമ്പോഴുള്ള. അപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്നത് 256 ആണ്. ഇതിന് എനിക്ക് എന്താ എഴുതാം? ഇങ്ങനെ എഴുതിക്കൂടെ? -16t² പ്ലസ് 160t. ഈ 256നെ ഇങ്ങോട്ടേക്ക് എടുക്കുക. അപ്പം -256 = 0 വന്നു. ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 16t² മൈനസ് 160t പ്ലസ് 256 = 0 എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? വിച്ച് ഇംപ്ലൈസ് ഇതിൻ്റെ അകത്ത് 16 നമുക്ക് പുറത്തേക്ക് എടുക്കാം. 16 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബാക്കി എന്ത് വരും? t² മൈനസ് 10t പ്ലസ് 16 = എന്ത് വരും? 0 വരും. അപ്പം which implies t² മൈനസ് 10t പ്ലസ് 16 = 0. ഇതെന്താണ്? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. വിത്ത് a = 1, b = -10, c = 16. ഒന്നുകിൽ നമുക്ക് -b ± √b² - 4ac -b ± √b² - 4ac ഡിവൈഡഡ് ബൈ 2a. ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് വാല്യൂസ്, അതായത് വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? ടീൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2ഉം അതേപോലെ തന്നെ ടീൻ്റെ വാല്യൂ എത്രയാണ്? 8ഉം ആണ് വരുന്നത്. അതായത് ഇതിൻ്റെ മീനിങ് എന്താണ്? ആ റോക്ക് 256 ഫീറ്റിൽ ഏതൊക്കെ ടൈമിലാണ്? ഒന്ന് t = 2ലും ഒന്ന് t = 8ലുമാണ്. അതായത് t = 2 എന്ന് പറയുന്നത് എന്താണ്? ഓരോന്നിൻ്റെ, അതായത് നമുക്ക് വെലോസിറ്റി സ്പീഡുമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം അത് ഏത് നോക്കുക? t = 2. t = 2ൽ നമ്മളെ വെലോസിറ്റി എന്ത് വരും? വെലോസിറ്റി നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്. എന്താണ്? 160 മൈനസ് 32t ആണ് നമ്മൾ വെലോസിറ്റി ഇട്ട്. അപ്പോൾ ഇവിടെ t കാണുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് കൊടുക്കുക? 2 കൊടുക്കുക. ദിസ് ഈക്വൽ ടു എന്ത് വരും? 160 മൈനസ് 32 ഇൻറ്റു 2. ദിസ് ഈക്വൽ ടു ഇതിൻ്റെ വാല്യൂ എന്താ വരിക? 96 ആണ്. ഏത് ടൈമിൽ? t = 2 എന്നുള്ള ടൈമിൽ. ഇനി നമുക്ക് ഏതും കൂടി കണ്ടുപിടിക്കണം? t = 8 എന്നുള്ളതും കൂടി കണ്ടുപിടിക്കണം. അപ്പോൾ t = 8 ആകുമ്പോൾ സമയത്ത് v നമ്മൾ കണ്ടുപിടിക്കുക. അതായത് v = 160 മൈനസ് 32 ഇൻറ്റു 8 വരും. ഇസ് ഈക്വൽ ടു ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക? -96 ആണ് വരുന്നത്. ഓക്കെ. അപ്പം വെലോസിറ്റി സ്പീഡും തമ്മിലുള്ള റിലേഷൻ എന്തായിരുന്നു? വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് വെലോസിറ്റി വാല്യൂ ആണ് ഏത് വരിക? നമ്മളെ സ്പീഡായിട്ട് വരിക. അപ്പോൾ ഇവിടെ -96 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്പീഡ് എന്താ വരിക? സ്പീഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ മൈനസ് ഒഴിവാക്കി കളയാം. അപ്പം സ്പീഡ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് -96 ആണ്. അതായത് എത്രയാണ് വാല്യൂ വരുന്നത്? സ്പീഡ് വരുന്നത് 96 ആണ്. നമ്മൾ നേരത്തെ t = 2ലും നമുക്ക് വെലോസിറ്റി എത്രയാണ് കിട്ടിയത്? 96 ആണ്. അതേപോലെ തന്നെ t = 2 ആകുമ്പോൾ സ്പീഡ് എന്താണ് നമുക്ക് കിട്ടിയത്? 96. സ്പീഡും വെലോസിറ്റിയും ഒക്കെ എന്ത് തന്നെയാണ് വരുന്നത്? 96 ആണ് വരുന്നത്. ഓക്കെ. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ ആദ്യം നല്ലോണം മനസ്സിലാക്കുക. അതിനനുസരിച്ചിട്ട് ഇവിടെ ഇപ്പോൾ 256 ഫീറ്റാണ് ഹൈറ്റ് തന്നത്. അപ്പോൾ ഹൈറ്റിൻ്റെ ഇക്വേഷൻ അറിയാം നമുക്ക്. അത് വെച്ചിട്ട് എന്ത് ചെയ്യുക? സോൾവ് ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് നമ്മളെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? വാട്ട് ഈസ് ദി ആക്സലറേഷൻ ഓഫ് ദി റോക്ക് അറ്റ് എനി ടൈം t ഡ്യൂറിങ് ഫ്ലൈറ്റ് അതായത് ആഫ്റ്റർ ദി ബ്ലാസ്റ്റ്? ഇവിടുത്തെ ആക്സലറേഷൻ കണ്ടുപിടിക്കലാണ് നമ്മളെ എയിമിനി. ഓക്കെ. അതേപോലെ തന്നെ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വെൻ ഡസ് ദി റോക്ക് ഹിറ്റ് ദി ഗ്രൗണ്ട് എഗെയിൻ? ഇപ്പോൾ 2 ക്വസ്റ്റ്യനാണ് നമുക്കുള്ളത്. അതായത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സലറേഷൻ, റോക്കിൻ്റെ ആക്സലറേഷൻ കണ്ടുപിടിക്കണം. രണ്ടാമത്തെ എന്താണ്? ഗ്രൗണ്ടിലേക്ക് വീണ്ടും എത്താൻ ഏത് ടൈമിലാണെന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ നമ്മൾ സി പാർട്ടായ ആക്സലറേഷൻ കണ്ടുപിടിക്കുക. ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു നമുക്കറിയാം വെലോസിറ്റീനെ ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടുന്നത് dv/dt. അതായത് എന്ത് വരും? d/dt ഓഫ് വെലോസിറ്റി എന്തായിരുന്നു നമുക്ക് കിട്ടിയത്? വെലോസിറ്റി എന്ന് പറയുന്നത് 160 മൈനസ് 32t ആണ് വെലോസിറ്റി. അതിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഓക്കെ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വരിക?
അതായത് ഡി ബൈ ഡി ടി ഓഫ് 160 മൈനസ് ഡി ബൈ ഡി ടി ഓഫ് 32t വരും. ഇസ് ഈക്വൽ ടു, ഇതൊരു കോൺസ്റ്റന്റ് ആണ്, കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് എന്താണ് 0. അപ്പോൾ 0 മൈനസ് 32 കോൺസ്റ്റന്റ് ആണ്, ടീൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും 1 വരും. അതായത് ആക്സലറേഷൻ ആയതുകൊണ്ട് തന്നെ -32 ഫീറ്റ് പെർ സെക്കൻഡ് സ്ക്വയർ ആണ് നമ്മൾ എന്ത് വരുന്നത് ആക്സലറേഷൻ വരുന്നത്. ഓക്കെ, അപ്പം ആക്സലറേഷൻ നെഗറ്റീവ് ആണ്, അത് എപ്പോഴും എന്താണ് ഓൾവേസ് ഡൗൺവേർഡ് ആണ്, താഴോട്ടേക്കാണ് നമ്മൾ ആക്സലറേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ നാലാമത്തെ നമ്മളെ ക്വസ്റ്റ്യൻ എന്താണ്, ഇനി എപ്പോഴാണ് വീണ്ടും ആ റോക്ക് ഗ്രൗണ്ടിലേക്ക് എത്തുന്നത്? അപ്പം റോക്കിൽ താഴേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ ഹൈറ്റ് 0 ആവുന്നത് എന്താണ് ടൈം ടി ഫോർ വിച്ച് എസ് ഈക്വൽ ടു 0. അപ്പോൾ എസ് 0 ആവുന്ന പോയിന്റ്സ് കണ്ടുപിടിക്കണം. എസ് നമുക്ക് എന്താണെന്നറിയാം, 160t മൈനസ് 16t² ആണ് നമ്മൾ എസ്. അത് 0 വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 16 വേണമെങ്കിൽ ഒന്ന് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം -16t² മൈനസ് 160t ഇസ് ഈക്വൽ ടു 0. അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് എങ്ങനെ എഴുതാം, 16t പുറത്തേക്ക് എടുക്കാം. 16t ഇൻറ്റു 10 - t ഇസ് ഈക്വൽ ടു 0, വിച്ച് ഇംപ്ലൈസ് ഒന്നുകിൽ t ഇസ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ 10 - t എന്താവണം 0 വരണം. 10 - t 0 എന്ന് പറയുമ്പോൾ എന്താണ്, ടീൻ്റെ വാല്യൂ 10 ആണ് വരുന്നത്. അതായത് നമ്മൾ റോക്ക് വീണ്ടും ഗ്രൗണ്ടിലേക്ക് എത്തുക ഏതൊക്കെ ടൈമിലാണ്, t ഈക്വൽ ടു 0. t ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ എന്താണ് സ്റ്റാർട്ടിങ് ടൈമിൽ. പിന്നെ t ഈക്വൽ ടു 10 സെക്കൻഡ്. 10 സെക്കൻഡിലാണ് അത് എവിടെ എത്തുന്നത്, ഗ്രൗണ്ടിൽ വീണ്ടും എത്തുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഈ റേറ്റ് ഓഫ് ചേഞ്ചും അതേപോലെ തന്നെ ഡെറിവേറ്റീവ്സ് ഒക്കെ നമ്മളെ ഡെയിലി ലൈഫിൽ ഒരുപാട് അപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ആ അപ്ലിക്കേഷൻ അതായത് ഏതിൽ, എക്കണോമിക്സിലുള്ള അപ്ലിക്കേഷനാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറയുന്നതിന് മുന്നേ നമ്മൾ ഏതെങ്കിലും ഒരു ഫാക്ടറി മനസ്സിൽ വെക്കുക. ആ ഫാക്ടറിയിൽ കുറേ ആൾക്കാരുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് വർക്കർ അവറാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വിചാരിക്കാം. എക്സ് വർക്കർ അവർ. അത് ഇത്രയും അവേഴ്സ് നമുക്ക് തരുന്നത് എന്താണ്, y ഈക്വൽ ടു f(x) എന്നുള്ള റുപ്പീസ് ആണെന്ന് വിചാരിക്കാം ഔട്ട്പുട്ടായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു വർക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y ഈക്വൽ ടു f(x) എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പം ഈ ഒരു വൈയും എക്സും ആണ്, അതായത് എക്സ് എന്ന് പറയുന്നത് എന്താണ്, വർക്കർ അവേഴ്സ് ആണ് വരുന്നത്. y എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരുന്ന സാധനമാണ്. അതായത് എത്ര പൈസ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഏത് വരുന്നത്, y വരുന്നത്. അപ്പോൾ നമുക്ക് അസ്യൂം ചെയ്യാം y എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്, y ചേഞ്ചസ് പ്രൊപ്പോർഷണലി ആണ് നമ്മൾ y ചേഞ്ച് വരുന്നത്, പ്രൊപ്പോർഷണലി വിത്ത് എക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്കറിയാം അതിൽ ചേഞ്ച് അപ്പോൾ എന്താ വരിക, ഡെൽറ്റ വൈ ഈക്വൽ ടു നമ്മൾ പറഞ്ഞതുപോലെ തന്നെ f(x0) പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് f(x0) ആണ് എന്ത് വരിക, ഡെൽറ്റ വൈ വരുന്നത്. അതായത് ഒരു ഡിഫറൻസ്. ഓക്കെ, ഇതാണ് ഡെൽറ്റ വൈ. ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ അവേഴ്സിനെയാണ്, അതായത് എക്സ് ആണ് നമ്മളെ വർക്കർ അവേഴ്സ് കൊടുത്ത്, ഡെൽറ്റ എക്സ് പറയുമ്പോൾ എന്ത് വരും അടുത്ത, അതായത് എക്സ്ട്രാ വർക്കിനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഡെൽറ്റ എക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് അതിനെയാണ് നമ്മൾ എന്ത് പറയാം, ഈ ഒരു ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയാം, പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ എന്ന് പറയും. പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ. ഓക്കെ, അതേപോലെ തന്നെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച്. ഇൻസ്റ്റന്റേനിയസ് ഇത് എന്ന് പറയുന്നത് എക്കണോമിക്സിലുള്ള ടേംസ് ആണ്. അപ്പം അതായത് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുക, മാർജിനൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറയാം. ഓക്കെ, മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ ആണ്. ഈ മാർജിനൽ പ്രൊഡക്ടിവിറ്റി കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി, അതിൻ്റെ ഡെറിവേറ്റീവ് ഏതാണോ ഫംഗ്ഷൻ വരുന്നത് അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, മാർജിനൽ പ്രൊഡക്ടിവിറ്റി നമുക്ക് വരും.
ഓക്കെ, അപ്പം അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക. എ ബാഗ് ഫാക്ടറി പ്രൊഡ്യൂസസ് 30x minus 2x square minus 2 rupees worth bags for each x worker hours of labor. Find the marginal productivity when 5 workers are employed. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മാർജിനൽ പ്രൊഡക്ടിവിറ്റിയാണ്. മാർജിനൽ പ്രൊഡക്ടിവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എക്കണോമിക്സിലെ ടേമാണ് മാർജിനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്താണ് അത്? ഡെറിവേറ്റീവ് ആണ്. അതായത് മാർജിനൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുമ്പോൾ എന്ത് വരും? നമ്മൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആൻസറായി. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഞാൻ എന്താക്കി എടുക്കുക? ലെറ്റ് എഫ് ഓഫ് എക്സ് ബി 30x minus 2x square minus 2. ഇതാണ് ഇതെന്ന് എഫ് ഓഫ് എക്സ് ആയിട്ട് എടുത്തത്. അപ്പം മാർജിനൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡെറിവേറ്റീവാണ്. ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ എന്ത് വരും? എഫ് ഡാഷ് ഓഫ് എക്സ്. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് 30x minus 2x square minus 2 ഇസ് ഈക്വൽ ടു, ഇവിടെ 30 കോൺസ്റ്റൻ്റ് ആണ്, പിന്നെ എന്ത് വരും? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് മൈനസ് ഇവിടെ 2 കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ ബാക്കി എന്ത് വരും? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് 2 വരും. ഓക്കെ, അപ്പോൾ 30 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എന്ത് വരും? 30 ഇൻറ്റു 1 മൈനസ് 2 ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 2x മൈനസ് 2 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് എന്ത് വരും? 0 വരും. വിച്ച് ഇംപ്ലൈസ് 30 മൈനസ് 4x ആണ് നമ്മളേത് വരിക? മാർജിനൽ പ്രൊഡക്ടിവിറ്റി. ഓക്കെ, അപ്പോൾ അത് ഇതിൻ്റെ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് എന്തും കൂടി ചോദിച്ചെന്ത്? ഫൈൻഡ് ദി മാർജിനൽ പ്രൊഡക്ടിവിറ്റി വെൻ 5 വർക്കേഴ്സ് ആർ എംപ്ലോയ്ഡ്. 5 ആൾക്കാരാണ് നമ്മളുള്ളത്. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് എന്താണ്? മാർജിനൽ പ്രൊഡക്ടിവിറ്റി എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 30 മൈനസ് 4x ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ലേബർ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ വെൻ 5 വർക്കേഴ്സ് ആർ എംപ്ലോയ്ഡ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എക്സിന് പകരം നമ്മൾ എന്ത് കൊടുക്കുക? 5 കൊടുക്കുക. അതായത് എഫ് ഡാഷ് ഓഫ് 5 ഇസ് ഈക്വൽ ടു 30 മൈനസ് 4 ഇൻറ്റു 5 വരും. ഇത് ഇസ് ഈക്വൽ ടു എന്ത് വരും? 10 rupees. ഓക്കെ, ഇതാണ് ഏത് വരിക? മാർജിനൽ പ്രൊഡക്ടിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നുമില്ല, മാർജിനൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്ത് തന്നെയാണ്? ഡെറിവേറ്റീവ് ആണ്. നമ്മൾ ഫംഗ്ഷൻ എടുക്കുക, അതിൻ്റെ വാല്യൂ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. അതാണ് ഏത് വരിക? മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, താങ്ക് യു.